സലാം ഇസ്ലാമിൻ മക്കളല്ല ഇന്ത്യയെന്നൊരമ്മ പെറ്റ മക്കളല്ലോ നമ്മൾ. ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല ഇസ്ലാമിൻ മക്കളല്ല ഇന്ത്യയെന്നൊരമ്മ പെറ്റ മക്കളല്ലോ നമ്മൾ. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറു പൂക്കളെ നൂറു നൂറു പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാർ തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന തരത്തിലുള്ള പുതിയ തൊഴിൽ നിയമം കൊണ്ടുവരികയാണ്. 29 തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കി 4 പുതിയ ലേബർ കോഡുകൾ കൊണ്ടുവരികയാണ്. 8 മണിക്കൂർ ജോലി എന്നത് മാറി 12 മണിക്കൂർ വരെ ജോലി ചെയ്യണമെന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനെതിരെ എല്ലാ സംഘടനകളും ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 12-ാം തീയതി CIT ഉൾപ്പെടെയുള്ള 10ഓളം കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ദേശവ്യാപകമായി പണിമുടക്ക് നടക്കുകയാണ്. അതിൽ നമ്മൾ പങ്കാളികളാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതേസമയം നമ്മുടെ സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് കൊണ്ടുവരുന്നത്. എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള വികസന മുന്നേറ്റമാണ് നടത്തുന്നത്. പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, അതേപോലെ വ്യവസായ രംഗത്ത് ഒക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള നിയമനങ്ങൾ ഈ അടുത്ത കാലത്തായി നടത്തിയിട്ടുണ്ട്. ഈ 9 വർഷക്കാലം ഏകദേശം 3 ലക്ഷത്തിലധികം നിയമനങ്ങളാണ് നമ്മുടെ സർക്കാർ നടത്തിയിട്ടുള്ളത്. വാട്ടർ ബോർഡിൽ മാത്രം ഈ 4 വർഷത്തിനിടെ 4000-ഓളം നിയമനങ്ങൾ നടന്നു. അങ്ങനെ എല്ലാ രീതിയിലും പുരോഗതി കൊണ്ടുവരുന്ന ഈ സർക്കാരിനെ തടയിടാനുള്ള ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി സഹായം നൽകാതിരിക്കുക എന്ന് തന്നെയാണ്. നൽകാതിരിക്കുക തുടങ്ങിയ കൊണ്ട് കേന്ദ്ര സർക്കാർ നമ്മളെ ദ്രോഹിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടുവെടിയെ സംബന്ധിച്ചും നിരവധിയായ വിഷയങ്ങളുണ്ട്. പല സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും ഏറെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന, അതായത് ജീവനക്കാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അതുപോലെ നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും എന്നും കൂടെ നിന്ന ജീവനക്കാരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് നമ്മുടെ കേരള വാട്ടർ വർക്കേഴ്സ് അസോസിയേഷൻ CIT എന്ന് പറയുന്നത്. അതുപോലെ അവശ്യ സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് നമ്മളെല്ലാവരും. ഈ അവശ്യ സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ പലതരത്തിലുള്ള മാനസിക വിഷമങ്ങളും ചില പ്രയാസങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സമയങ്ങളിൽ ജീവനക്കാരുടെ മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ജനത കലാകായിക സാംസ്കാരിക വേദി കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് കലാ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി യൂണിയൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ യൂണിയന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണൽ സഹായ നിധി, ഈ കാര്യം ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ പുതിയതായിട്ട് നമ്മളെ ഈ സംഘടനയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവര് അറിയുന്നതിന് വേണ്ടി തന്നെ ഞാൻ ആദ്യം തന്നെ ഈ പറയുന്നത് തണൽ സഹായ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹാക്കളിൽ നിന്ന് മാസം 100 രൂപ പിരിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കി എങ്ങനെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അവരുടെ ലാഭം കുന്നുകൂട്ടാൻ അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് മോഡി സർക്കാർ വളരെ ഗഹനമായി ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങളെ വികലമാക്കി നിയമങ്ങളെ, തൊഴിലാളികൾ വർഗത്തിനുള്ള നിലവിലുള്ള അവകാശങ്ങളെ, അവരുടെ സംരക്ഷണങ്ങൾക്കുള്ള നിയമങ്ങളെ പൂർണ്ണമായിട്ടും വികലമാക്കി മുന്നോട്ട് പോവുകയാണ് മോഡി സർക്കാർ. 29 ലേബർ കോഡുകളാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത്. ആ 29 കോഡുകളെ
നിയമങ്ങളെ 4 കോഡുകളാക്കി 4 നിയമങ്ങളാക്കി ചുരുക്കിയത് എന്തിനു വേണ്ടിയാ? പാസാക്കി വെച്ച് വർഷങ്ങളായി. അത് നടപ്പിലാക്കാൻ അവർക്ക് ധൈര്യം വന്നില്ല. ആ ധൈര്യം വരാതിരിക്കാൻ കാരണം ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ പേടിച്ചിട്ടാണ്. ഇന്ത്യയിലെ ശക്തമായ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ ഭയന്നുകൊണ്ടാണ് ആ നിയമം പാസാക്കി വെച്ചിട്ടുള്ള ഈ നിയമം. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ നടപ്പിലാക്കാതെ ഇതുവരെയും മോഡി സർക്കാർ കാത്തുനിന്നത്. നടപ്പിലാക്കുന്നതിന് താല്പര്യമില്ലാത്തൊരു ഗവൺമെന്റാണ്. നമുക്കറിയാം, ഈ നിയമങ്ങൾ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഇപ്പോൾ തിടുക്കപ്പെട്ട് നടപ്പിലാക്കാനുള്ള ധൈര്യം അവർക്ക് കിട്ടിയത് ഈ 3ാം മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം. അതിനുശേഷം വന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടുതൽ ശക്തമായി അവർക്ക് കരുത്തു പകരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. 3ാം മോഡി സർക്കാർ 400 സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരും എന്നാണ് അവർ വീമ്പിളക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെയും ഇന്ത്യയിലെ കർഷകരുടെയും ശക്തമായ സമരത്തിന്റെ ഭാഗമായിട്ട് അവരുദ്ദേശിച്ചതുപോലെ കർഷകരുടെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്കും അതുപോലെ തന്നെ ബോംബെയിലും നടന്നിട്ടുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ BJPക്ക് വിജയിച്ച BJPക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെയധികം സീറ്റ് കുറയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വലിയ കൊട്ടിഘോഷിച്ച് അയോധ്യയിൽ രാമക്ഷേത്രം പണിയും ഞങ്ങൾ, അതുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും എന്നാണ് BJP പ്രഖ്യാപിച്ചത്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനവിഭാഗം BJPക്കെതിരായി വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഉത്തർപ്രദേശിൽ അവരുടെ സീറ്റ് ഗണ്യമായി കുറഞ്ഞത്. അയോധ്യ ഉൾപ്പെടുന്ന ഫരീസാബാദ് മണ്ഡലം BJPയുടെ താമര ചിഹ്നത്തിനല്ല, അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൽപ്പെടുന്ന ആളുകൾ വോട്ട് ചെയ്തത് അവിടെ സൈക്കിൾ ചിഹ്നത്തിലാണ്. അവിടെ ജയിച്ചത് BJP അല്ല. അങ്ങനെ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഉദ്ദേശിച്ച വിജയം കിട്ടാൻ യുണൈറ്റഡിന്റെയും പിന്തുണയോടുകൂടി ഇപ്പോൾ ഭരിക്കുന്നത് ഏച്ചു കിട്ടിയ ഭരണമാണ്. അവർക്ക് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ നടപ്പിലാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അത് ആ സമയത്ത് കോൺഗ്രസ് ഒരക്ഷരം വേണ്ടിയില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ വേണ്ടത്ര ഒരു ഇടപെടൽ അതിനെതിരായിട്ടുള്ള പ്രസംഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഏകത്വം എന്ന നമ്മുടെ ഒരു വിശ്വാസം അതിനെ പൂർണ്ണമായിട്ടും തകർത്തിരിക്കുകയാണ്. നമ്മുടെ മതേതര പാരമ്പര്യത്തെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് BJP ഗവൺമെന്റ് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ സംഘടിക്കുന്ന സമരം ചെയ്യുന്ന ജനങ്ങളെ മുന്നോട്ട് പോകുന്ന ജനങ്ങളെ ആകെ ഭിന്നിപ്പിക്കുന്ന സമീപനമാണ് വർഗീയതയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ അവരെ ഭിന്നിപ്പിക്കുക എന്നുള്ള തന്ത്രം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന തന്ത്രം ഇപ്പോൾ BJPയും അത് കൂടുതൽ ശക്തമായി ഉപയോഗിക്കുക. എവിടെയെല്ലാം അവർ BJP പുറകോട്ട് പോകുന്നുണ്ടോ അവിടെയുള്ളത് നാളെ നമ്മളെല്ലാവരും, ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും, ഇന്ത്യയിലെ തൊഴിലാളികളെല്ലാവരും 12 മണിക്കൂർ പണിയെടുക്കണം എന്ന നിയമമാണ് ഇപ്പോൾ പാസ്സായത് പാർലമെന്റിൽ. അതിനൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല. ഇന്ത്യയിൽ പാർലമെന്റിൽ ഒരു നിയമം പാസ്സായാൽ അത് കണിശമായി നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ആ രീതിയിൽ പോകും. അപ്പോൾ 12 മണിക്കൂർ നമ്മൾ പണിയെടുക്കും. അത് നമ്മൾക്കെതിരാണ്, ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിനെതിരാണ്. നമ്മൾ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതുപോലെ നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ, നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എല്ലാം ഉള്ള ഇത്തരം സമ്മേളനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ സമ്പത്ത് ആണ് അവർക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നത്. അതായി അങ്ങനെ ലോകത്തിലെ കോടീശ്വരനായി വളർത്തിയിരിക്കുക. ഇന്ത്യയുടെ എല്ലാ വിമാന താവളങ്ങളും ഇന്ത്യയുടെ ജനങ്ങളുടെ സമ്പത്താണ്. ഇന്ത്യ പഞ്ചവത്സര പദ്ധതികളിലൂടെ വളർത്തിയെടുത്ത് ഇന്ത്യ ലോകത്തിലെ
ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് വന്ന ആ ജനങ്ങളുടെ സമ്പത്ത് ഇന്ത്യയുടെ എയർപോർട്ടുകളെല്ലാം ഇന്ത്യയിലെ കുത്തക മുതലാളിക്ക് തീരെഴുതി കൊടുത്തു. ഇന്ന് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട്, മംഗലാപുരം എയർപോർട്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂർ എയർപോർട്ട്, ഇതെല്ലാം ജനങ്ങളുടെ സമ്പത്താണ്. ഇത് മോഡിക്ക് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കാൻ ഇന്ത്യൻ ജനത മാൻഡേറ്റ് കൊടുത്തിട്ടില്ല. അവർക്ക് ഭരിക്കാനേ അധികാരം കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ നാടിന്റെ സ്വത്ത് എഴുതി കൊടുക്കാനുള്ള അധികാരമൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യൻ ജനത കൊടുത്തിട്ടില്ല. ഇതെല്ലാം എഴുതി കൊടുത്തിരിക്കുകയാണ്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് BJP സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. മുസൽമാനും കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഭാഗ്യപാതയിൽ മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. കോലാഹലം നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഇത്ര കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാണ്. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി
Golden Diamonds. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.